Now we are starting with the part B of second series exam. Okay. In part B, we have actually three type of we have covered three modules: module 2, module 3, and 5. In module 2, it's basically discussing different network theorems. Theorems like Norton theorem is there, Thevenin's theorem is there, and superposition is there, and reciprocity is there. നമ്മൾ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഓക്കെ, ഈ ബേസിക്കായിട്ട് ഈ 4 തിയറംസ് ആണ് മെയിനായിട്ടുള്ളത്: തെവനിയൻസ് തിയറം, നോർട്ടൺസ് തിയറം, സൂപ്പർപോസിഷൻ, മാക്സിമം പവർ ട്രാൻസ്ഫർ. റെസിപ്രോസിറ്റിയുടെ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. യൂഷ്വലി അതിന് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മാത്രമേ യൂഷ്വലി ചോദിക്കാറുള്ളൂ. ആൻഡ് മോഡ്യൂൾ 3 ആക്ച്വലി ട്രാൻസിയൻ്റ് അനാലിസിസ് ആണ്, അല്ലെങ്കിൽ സ്വിച്ചിങ് കാരണമുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് കാരണമുള്ള അനാലിസിസ് ആണ്. അവിടെ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സീരീസ് എക്സാമിന് ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് പറ്റിയ ഒരു ഏരിയ ആണത്. അവർ ലാപ്ലേസ് ട്രാൻസ്ഫോം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് 5th മോഡ്യൂളിൽ വി ആർ കവറിങ് 2 പോർട്ട് നെറ്റ്വർക്ക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആക്ച്വലി ഉള്ളത്. ആൻഡ് ഫസ്റ്റ് വി വിൽ സ്റ്റാർട്ട് വിത്ത് Norton's theorem. Or in this problem we are dealing with Norton's theorem. Okay, Norton's theorem പറയുന്ന വേറെ ഒന്നുമില്ല. any big network we can replace with a single current source with a parallel resistance, and the value of current source is nothing but short circuit current at the required point, and impedance is the impedance seen from that particular point എന്നാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണ്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കറണ്ട് ത്രൂ 2 ohm റെസിസ്റ്റർ യൂസിങ് നോർട്ടൺ തിയറം എന്നാണ്. സോ വി നീഡ് ടു ഫൈൻഡ് current through this module. To finding current through this module using Norton theorem, we must evaluate the circuit with respect to this 2 ohm resistor. അപ്പം അതിന് നമ്മൾ പറയുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ we need to remove this 2 ohm resistor, and we need to short circuit these 2 points, and we need to find a short circuit current ISC, or that current is also called Norton current. ഈ കറണ്ട് കൊണ്ടാണ് നമ്മൾ ഈ എൻ്റയർ സർക്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കൂടെ പോകുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കൊണ്ടാണ് നമ്മൾ ഈ എൻ്റയർ സർക്യൂട്ടിൻ്റെ ഇക്വാലൻറ്റ് സർക്യൂട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആൾസോ വി നീഡ് ടു ഫൈൻഡ് ഇറ്റ്സ് ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ്, ആർ ഇക്വാലൻറ്റ് ഓർ ആർ നോട്ടൺ എന്ന് നമ്മൾ പറയും. അതിൻ്റെ വാല്യൂ നമ്മൾ പറയുന്നത്, ഫോർ ദാറ്റ് വി നീഡ് ടു ഓപ്പൺ സർക്യൂട്ട് ദ പർട്ടിക്കുലർ പോയിൻറ്റ്. ഇവിടെ ഇപ്പോൾ 2 ohm ആണെങ്കിൽ അത് ആ 2 ohm മാറ്റിയിട്ട് അവിടെ ഓപ്പൺ ചെയ്തിട്ട് we need to look from that terminal to find the open circuit impedance. ഇപ്പം ഇതിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ ഇംപെഡൻസ് കണ്ടുപിടിക്കാൻ we need to short the voltage source, you need to open circuit the current sources, എന്നിട്ട് ഈക്വൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഡിപ്പെൻഡൻറ്റ് സോഴ്സസിനെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സിന് നമുക്കൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ടോ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സിന് നമുക്കൊരു ഷോർട്ട് സർക്യൂട്ട് കൊണ്ടോ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. ഒന്ന് നോർട്ടൺ തിയറമാണ്. അപ്പോൾ ആ നോർട്ടൺ തിയറം വെച്ചൊരു പ്രോബ്ലം ചോദിച്ചാൽ ഫസ്റ്റ് എയിം വി നീഡ് ടു റെപ്രസെൻറ്റ് ദിസ് സർക്യൂട്ട് യൂസിങ് എ സിംഗിൾ കറണ്ട് സോഴ്സ് പാരലൽ വിത്ത് ആൻ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് ഓർ ഇംപെഡൻസ്. ഇപ്പോൾ ഇത് DC സർക്യൂട്ടാണ്, അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ് മാത്രമുള്ള സർക്യൂട്ടാണ്, അതുകൊണ്ട് ഇക്വാലൻറ്റ് റെസിസ്റ്റൻസേ വരുള്ളൂ. കോംപ്ലക്സ് കോമ്പണൻറ്റ്സ്, ഇൻഡക്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഉള്ളതാണെങ്കിൽ അവിടെ ആക്ച്വലി വരുന്നതൊരു ഇംപെഡൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ഒരു സെക്കൻഡ് കാറ്റഗറി വരുന്നത് we need to find Norton theorem. Also it have a dependent source. സോ ഈ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നിന്ന് ഡയറക്റ്റ് ഇംപെഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അസ്യൂം ഇതൊരു നോർമൽ കറണ്ട് സോഴ്സ് ആണെന്ന് വിചാരിക്കുക. ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ട്രയാങ്കിൾ കൊണ്ടാണ് യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുക. പ്ലസ് മൈനസ് വന്നാൽ അതൊരു വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും. എ ട്രയാങ്കിൾ വിത്ത് ആൻ ആരോ
it will represent a current source. അപ്പോൾ ഇത് രണ്ടുമാണെങ്കിൽ നമുക്കതിനൊരു ഇക്വാലൻ്റ് ഷോർട്ട് സർക്യൂട്ടോ ഓപ്പൺ സർക്യൂട്ടോ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അസ്യൂം ഇവിടെ ഒരു നോർമൽ കറണ്ട് സോഴ്സ് ആയിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ ഇക്വാലൻ്റ് സർക്യൂട്ട് വളരെ ഈസി ആയിട്ട് എടുക്കാമായിരുന്നു. വി വിൽ റീപ്ലേസ് ദിസ് voltage source with the short circuit, this current source with open circuit, and this current source with open circuit. Then the circuit will be look like ഇവിടെ ടെർമിനൽ 2 ഓമിന് പകരമുള്ള ഇത് ഇവിടെ ഓപ്പൺ ആണ്, ആൻഡ് ദെൻ ദർ ഇസ് എ 4 ohm റെസിസ്റ്റർ, ആൻഡ് ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ട്. ഫ്രം ആഫ്റ്റർ ദാറ്റ് ഓപ്പൺ സർക്യൂട്ട് ദർ വിൽ ബി എ 10 ohm റെസിസ്റ്റർ. ഹിയർ ഇറ്റ് ഈസ് 4 ohm, ഹിയർ ഇറ്റ് ഈസ് 10 ohm. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇക്വാലൻ്റ് റെസിസ്റ്റൻസിൽ ഒരു ക്ലോസ്ഡ് പാത്ത് എ ടു ബി ആണെങ്കിൽ എ ടു ബി ഒരൊറ്റ ക്ലോസ്ഡ് പാത്തേ ഉള്ളൂ. ആ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലുക്ക് ലൈക്ക് ദിസ്. ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എത്താം. പക്ഷേ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇതിലേ വന്നാൽ ഇവിടെ എന്താണ്, ഓപ്പൺ സർക്യൂട്ടാണ്. സോ ദർ ഇസ് നോ പാത്ത്. അപ്പം ഈ ഒരു പാത്തേ ഉള്ളൂ. അതിലെ റെസിസ്റ്റൻസ് 4 ohm ആയിരിക്കും. ബട്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് നമുക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിക്കാൻ പറ്റില്ല. വേർ വി നീഡ് ടു യൂസ് അനദർ കൺസെപ്റ്റ് ടു ഫൈൻഡ് ഇറ്റ്സ് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ്. എ സർക്യൂട്ട് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ്, അവിടെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കാം, ബട്ട് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ്ലി പറ്റില്ല. ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ the equivalent resistance or impedance Z or R equivalent is equal to VOC by ISC. ഇപ്പം എവിടുത്തെ വെച്ചാണോ നമുക്ക് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള കറണ്ടാണ് ISC, ആൻഡ് ദ വാല്യൂ ഓഫ് ISC ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് നോർട്ടൺ ഇക്വാലൻ്റ് കറണ്ട്. ആൻഡ് ആൾസോ വി നീഡ് ടു ഇവാലുവേറ്റ് ആ പോയിൻ്റ് രണ്ടും ഓപ്പൺ ആക്കിയിട്ട് അതിനെ ക്രോസ് വരുന്ന വോൾട്ടേജ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ആൻഡ് ദാറ്റ് വോൾട്ടേജ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് VTH. ആ സർക്യൂട്ടിലെ അല്ലെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ ആ പോയിൻറ്റിലെ എന്താണ് തെവനിൻ ഇക്വാലൻ്റ് വോൾട്ടേജ് തന്നെയാണ് എൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയാം. അപ്പോൾ അതുകൂടെ കിട്ടിയാലേ നമുക്ക് ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എ നോർട്ടൺ തിയറം അപ്ലൈ ചെയ്ത് ഈ സർക്യൂട്ട് സോൾവ് ചെയ്ത് 2 ohmic കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ we need to find Thevenin equivalent current anyway. Sorry, not Thevenin, Norton equivalent current anyway. But we also need to find the Thevenin equivalent voltage for calculating the equivalent resistance. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു സ്കീം ഓഫ് ഇവാലുവേഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹാവ് 3 parts ആക്ച്വലി. 3 part എന്ന് പറയുമ്പം ഒന്നെന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ നോർട്ടൺ കറണ്ട് കണ്ടുപിടിക്കണം. It have 3 part actually. We need to find the value of IN, Norton current or short circuit current, and then we need to find VTH, then we need to find the R equivalent, then we need to find the solution. Actually 4 parts are there. This have some weightage. Even total 8 mark ആയതുകൊണ്ട് for Norton equivalent we will give 3 marks, and in this one will give 3 marks. Thevenin voltage, equivalent resistance 1 mark, and final solution I will give 1 mark. അപ്പോൾ ഇതൊരു 14 mark ക്വസ്റ്റ്യൻ ആണെങ്കിൽ ദിസ് വൺ ബിക്കം 4 ആൻഡ് 2 marks ആൻഡ് 2 marks ഓർ 4 marks എക്സെട്ര വിൽ ബി ദർ. ആ രീതിയിൽ അവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തേനെ. അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. ഇതിനകത്ത് പലരും IN കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് VTHനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഡയറക്റ്റ് അവർ R ഇക്വാലൻ്റ് ഇതിനെയൊക്കെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തും ഇതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തും അവർ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിതിൻ്റെ സൊല്യൂഷന് പോവുകയാണെങ്കിൽ വി വിൽ എറൈസ് ആൾ ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ സൊല്യൂഷൻ. ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് VTH. Finding VTH, we need to open these 2 points. Then the circuit become circuits look like this one, and here the dependent source will be there, and arrow means arrow and magnitude also it is different. Here it is -10, here it is VTH open circuit voltage, and here it is 2 ampere, here it is 4 ampere,
Here it is 10 ohm, and here it is minus 2ix. Okay, important is minus 2ix, and we need to find the voltage. For finding this one, I am marking the currents like I1, I2, and I can mark I3. So first step എന്ന് പറയുന്നത് ഇതിൻ്റെ കറൻസ് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് വി ടി എച്ചിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതണം. ഇൻ ദ കറൻസ് ഫസ്റ്റ് നമ്മൾ ഈ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്പൺ സർക്യൂട്ടാണ്. ദിസ് ഈസ് ഓപ്പൺ സർക്യൂട്ടഡ്, ദെയർഫോർ I1 ഈസ് 0. ആൻഡ് അതുകൂടാതെ അവരൊരു കാര്യം ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു, ദിസ് ഈസ് ദ IX വാല്യൂ. I1 0 ആകുമ്പോൾ ദെയർഫോർ IX വാല്യൂ ഈസ് ആൾസോ 0. ആൻഡ് ഇവിടെ നമുക്കൊരു സൂപ്പർ കറണ്ട് സോഴ്സ് ഉണ്ട്. സോ സൂപ്പർ കറണ്ട് സോഴ്സ് ഇൻ സൂപ്പർ മെഷ് വി ക്യാൻ ഫൈൻഡ് ഈ കറണ്ട് മുകളിലോട്ടാണ്. സോ ദാറ്റ് ഈസ് I2 മൈനസ് I1 ഈക്വൽ ടു 2 ആംപിയർ, which implies I2 is equal to 2 ampere, no issue. And in the third loop we can write, നമുക്കിവിടെ ഒരു വോൾട്ടേജ് ഇക്വേഷൻ എഴുതേണ്ട കാര്യമില്ല, ബിക്കോസ് ഈ ലൂപ്പിൽ തന്നെ എന്തുണ്ട്, ഒരു കറണ്ട് സോഴ്സ് ഡയറക്റ്റ്ലി ഉണ്ട്. ഡിപ്പെൻഡൻ്റ് ആണെങ്കിലും ശരി, ഒരു കറണ്ട് സോഴ്സ് ഡയറക്റ്റ്ലി ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് I3 ദാറ്റ് കറണ്ട് വാല്യൂ ഈസ്, ഈ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ എന്തുവാ, അത് തന്നെ ആയിരിക്കും നമ്മുടെ I3യുടെ വാല്യൂ, ബിക്കോസ് രണ്ടും ഒരേ പോയിന്റിലെ കറണ്ടാണ്, ഒരേ ലൈനിൽ കൂടെയുള്ള കറണ്ടാണ്. വേറെ ഷെയറിംഗ് ഒന്നും അവിടെ വന്നിട്ടില്ല. ഇവിടെ വേറെ ലൂപ്പുമായിട്ട് ഷെയറിംഗ് ഇല്ല, ഇവിടെ വേറൊരു ലൂപ്പ് ഇല്ല. അതുകൊണ്ട് I3 തന്നെ ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് വാല്യൂ ഈസ് മൈനസ് ഓഫ് ദാറ്റ് കറണ്ട് സോഴ്സ്, ദാറ്റ് ഈസ് minus 2ix, and it is 2ix. Anyway, it is 0 because ix is 0 ആയതുകൊണ്ട് here ix is 0, so this is 0. So our solution, we have only one current and that's value is I2, which is 2 ampere. Okay, അപ്പം നമുക്ക് ആക്ച്വലി ഇതിനകത്തുള്ള 3 കറണ്ട്സും കിട്ടി. I1 കിട്ടി, I2 കിട്ടി, I3 കിട്ടി. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് VTH കണ്ടുപിടിക്കണമെങ്കിൽ വി നീഡ് ടു ടേക്ക് സം ലൂപ്പ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് VTH. വി നീഡ് ടു റൈറ്റ് സം ലൂപ്പ് ഇക്വേഷൻ, വോൾട്ടേജ് ഇക്വേഷൻ തന്നെ വേണം. വോൾട്ടേജ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് ഇക്വേഷൻ, ഈ ലൂപ്പിന് വേണ്ടി ഒരു വോൾട്ടേജ് ഇക്വേഷൻ എഴുതാൻ പറ്റില്ല, ബിക്കോസ് ആ ലൂപ്പിൽ എന്ത് വരുന്നുണ്ട്, ഇവിടെ ഒരു കറണ്ട് സോഴ്സ് വരുന്നുണ്ട്. ഡ്യൂ ടു ദിസ് കറണ്ട് സോഴ്സ് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഒരിക്കലും നമുക്ക് മെഷർ ചെയ്യാനോ അല്ല ഇന്ന വോൾട്ടേജ് ആണെന്ന് എഴുതാനോ പറ്റില്ല. ഇവിടുത്തെ വോൾട്ടേജ് ഒരിക്കലും 2 എന്ന് നമ്മൾ എഴുതാറില്ല. 2 എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. ഒരുപാട് പേര് അത് എഴുതിയിട്ടുണ്ട്. അതിന് ഓവർകം ചെയ്യാനാണ് നമ്മൾ ഈ പറയുന്ന സൂപ്പർ മെഷ് എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞത്. 2 ലൂപ്പിൽ എക്രോസ് ആയിട്ടൊരു കറണ്ട് സോഴ്സ് വന്നാൽ ആ കറണ്ട് സോഴ്സ് വെച്ച് നമ്മളൊരു ഇക്വേഷൻ എഴുതുന്നത്, ഈ ഇക്വേഷൻ I2 മൈനസ് I1. പിന്നെ ആ കറണ്ട് സോഴ്സ് മാറ്റിയിട്ട് അതിൻ്റെ ഔട്ടർ ലൂപ്പിന് വേണ്ടി നമ്മളൊരു വോൾട്ടേജ് ഇക്വേഷൻ എഴുതും. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് മൈനസ് പ്ലസ് ആയതുകൊണ്ട് ഒരു പ്ലസ് ഉണ്ട്, പ്ലസ് മൈനസ് 10 വോൾട്ട്, അവിടെ മാഗ്നിറ്റ്യൂഡ് മൈനസ് 10 ആണ്. ആൻഡ് ഹിയർ I will mark this voltage plus minus here. So it is again minus VTH, plus minus ആയതുകൊണ്ട്. And through this one here there will be a voltage in along the direction of I2 ആണ്. സോ അതുകൊണ്ട് അവിടെ നമ്മൾ മൈനസ് ഇടും. മൈനസ് 4I2 equal to 0, or will get VTH equal to minus 10 minus 4I2, or you will get minus 18 volt. Okay, here you will get it is minus 18 volt VTH in the value. And after VTH over ആണ്. So till now we will get only 3 marks to finding VTH. 10 mark question ആണെങ്കിൽ we will get up to 4 marks. And next we need to find the short circuit current here, then only we can evaluate the equivalent resistance and we can draw Norton theorem or Norton equivalent circuit. അപ്പോൾ ഇത് ഷോർട്ട് ചെയ്യണം. ഇത് ഷോർട്ട് ചെയ്യുമ്പം അവിടുത്തെ നോർട്ടൺ കറണ്ട് നമുക്ക് കിട്ടും, IN കിട്ടും. അത് കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ഈ സർക്യൂട്ട് മൊത്തം എന്ത് ചെയ്യണം, റീഡ്രോ ചെയ്യണം. അവിടെ 2 ohm മാറ്റിയിട്ട് ഷോർട്ട് ചെയ്യും. സോ ഇഫ് യു ഷോർട്ട് ദിസ് വൺ, ദ സർക്യൂട്ട് ബിക്കം ഷോർട്ടിങ് ദിസ് വൺ. ആൻഡ് ഹിയർ നമ്മൾ പറഞ്ഞു പ്ലസ് മൈനസ് 10 വോൾട്ട് ആണ്. ആൻഡ് ഒരു 2 ആംപിയറും 4ഉം, ഒരു 2 ആംപിയർ കറണ്ട്, ഒരു 4 ohm resistor, and there is a dependent current source here whose value is moving like this, minus 2ix, and the ix we need to mark here. And one more thing is there, 10 ohm. Here it is 10 ohm, 4 ohm, here it is 10 ohm.
ആൻഡ് ഇത് നമുക്ക് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യുന്നത് വീണ്ടും സെപ്പറേറ്റ് ഇക്വേഷൻസ് നമ്മൾ എഴുതണം. ഫോർ ദാറ്റ് വി വിൽ മാർക്ക് ദ കറൻസ് അഗെയിൻ I1, I2 and I3. I think I miss here 2 ampere. സോ ഇവിടെ I1 എന്തല്ല, 0 അല്ല. I1 0 അല്ലെങ്കിൽ Ixഉം 0 അല്ല. ഇവിടുത്തെ Ixഉം 0 ആയിരിക്കില്ല. ആൻഡ് ഇവിടെ നമുക്കൊരു സൂപ്പർ കറണ്ട് നോഡുണ്ട്, അല്ലെങ്കിൽ സൂപ്പർ കറണ്ട് മെഷ് ഉണ്ട്, അല്ലെങ്കിൽ സൂപ്പർ മെഷ് ഉണ്ട്. സോ ഡ്യൂ ടു ദാറ്റ് വി ക്യാൻ റൈറ്റ് I2 മൈനസ് I1ൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് എഴുതാം. I2 മൈനസ് I1 is equal to 2 ampere. ആൻഡ് I2ഉം I1ഉം കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വലി നമുക്ക് 2 ഇക്വേഷൻസ് വേണം. ആ ഇക്വേഷൻസ് നമ്മൾ എഴുതണം. ആ ഇക്വേഷൻ എഴുതാൻ നമ്മൾ എന്ത് ചെയ്യും, ഔട്ടർ ലൂപ്പിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ എഴുതണം. ഔട്ടർ ലൂപ്പിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ എഴുതുക. ഫ്രം ഹിയർ വി ക്യാൻ സ്റ്റാർട്ട്. സോ മൈനസ് ഓഫ് -10 എന്നാണ് വരിക. ആൻഡ് അഗെയിൻ മൈനസ് ഇവിടുത്തെ വോൾട്ടേജ്, ദാറ്റ് ഈസ് 4 ഇൻറ്റു അവിടെ I2ൻ്റെ ഡയറക്ഷനായിരുന്നു I2 മൈനസ് I3 ഈക്വൽ ടു 0. ഓർ വി വിൽ ഗെറ്റ് ഇറ്റ് ഈസ് പ്ലസ് ആണ്. 4I2 മൈനസ് 4I3 ഈക്വൽ ടു 10 എന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആൻഡ് ലൂപ്പ് 3 ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ തന്നെ ആ ലൂപ്പിൽ തന്നെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ഈസിയർ. If you consider that current source, the value of I3 become earlier. നേരത്തെ പറഞ്ഞ അതേ വാല്യൂന് 2Ix എന്ന് വരും. Or you can write it is 2I1. So or we can write 2I1 minus I3 equal to 0 എന്ന് വരും. So here we will get 3 equations. ഈ 3 ഇക്വേഷൻ എഴുതിയാൽ ആക്ച്വലി നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഡയറക്റ്റ് ഇത് സോൾവ് ചെയ്യാം. If you try to solve this one, you will get the value of I1, I2, I3 as I think I made a mistake here. ഇവിടെ +10 ആണ്. ഇല്ല, it's correct. That's correct. Then you will get the value of I1 as 4.5. That I will solve it again. You can find I2 as 6.5, I3 as something 9 ampere. And that means its equivalent current value IN over here, the short circuit current IN, which is equal to I1 തന്നെയാണ്, which is equal to 4.5. So we can redraw. So we can after finding this Norton current, we need to find the value of equivalent resistance. R equivalent equal to VTH by IN, which is equal to minus 18 divided by 4.5. You will get it is -4. So ഇത്രയും ഡേറ്റാസ് വെച്ച് നമുക്ക് അതിനെ റീഡ്രോ ചെയ്യാം. If we redraw this one, the circuit become a equivalent current source and with an equivalent resistance with the remaining parts. And here it is, the current source value is 4.5 ampere. The resistance value is -4. And if we add a 2 ohm resistor here, 2 ohm resistor, അവിടുത്തെ കറണ്ട് നമ്മൾ ഇങ്ങോട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്നു, ഈ 2 ഓമിലോട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് the I2 ohm is the total value into opposite resistance -4 divided by -4 plus 2. You will get it is -4 ഇത് -2 ആവും. So 2 cancel into 2, so you will get it is 9 ampere. ഈ സൊല്യൂഷൻ you will get 2 marks, or now currently I am giving 1 mark, and equivalent circuit resistance value 1 mark. This one will get 3 marks. So total 8 marks you will get. അങ്ങനെയാണ് എൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്തിരുന്നത്. ഓക്കെ, ഇത് നോക്കുക. ഇതിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതൊരു ഡിപ്പെൻഡൻറ്റ് സോഴ്സാണ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൊസീജിയർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് ഡിപ്പെൻഡൻ്റ് അല്ല, ഒരു സാധാരണ കറണ്ട് സോഴ്സ് ആണെങ്കിൽ ദിസ് പ്രോബ്ലം ബിക്കം ടു ഈസി. ഓക്കെ, അപ്പം അത് യൂഷ്വലി 5 മാർക്കിനോ 6 മാർക്കിനോ മാത്രമേ ചോദിക്കുള്ളൂ. ആൻഡ് ഓക്കെ, ഈ ഒരു ഐഡിയ ചെക്ക് ചെയ്തേക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ സ്വിച്ചിങ് സർക്യൂട്ടാണ്, ട്രാൻസിയൻ്റ് ആണ്, ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. ആൻഡ് ദിസ് ഇസ് അനദർ പ്രോബ്ലം ഫ്രം ദ സെക്കൻഡ് മോഡ്യൂൾ ഫോർ ദ സെക്കൻഡ് സീരീസ് എക്സാം. ആൻഡ് ഈ പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യൂസിങ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലോഡ് റെസിസ്റ്റൻസ് RL
at terminal A and B such that the maximum power is transferred to load. Also find the maximum power is transferred. അപ്പം ഇതിന് അക്രോസ് എന്ത് ലോഡ് കണക്ട് ചെയ്താലാണ് ബാക്കിയുള്ള ഈ എൻ്റയർ സർക്യൂട്ടിനെയാണ് നമ്മൾ ഇവിടുത്തെ സോഴ്സ് എന്ന് പറയുന്നത്. ആ സോഴ്സിൽ നിന്ന് ഈ പറയുന്ന ലോഡിലോട്ട് മാക്സിമം പവർ ട്രാൻസ്ഫർ ആവും. ആൻഡ് വാട്ട് ഈസ് എ മാക്സിമം പവർ? അതിന് നമ്മൾ ചെയ്യുന്ന ഈ എൻ്റയർ സർക്യൂട്ടിനെ ഒരു സിമ്പിൾ വോൾട്ടേജ് സോഴ്സും ഒരു സിമ്പിൾ റെസിസ്റ്റൻസും കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയാൽ, ഇങ്ങനെ നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയാൽ VTH ആൻഡ് ഹിയർ സം RTH ഞാൻ കൊടുക്കുകയാണ്. ആർ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ്, RTH ആയാലും നോട്ടൺ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് ആണെങ്കിലും സെയിം തന്നെയാണ്. ദ വാല്യൂ ഓഫ് RL റിക്വയർഡ് ഫോർ ദ മാക്സിമം പവർ ട്രാൻസ്ഫർ എന്ന് പറയുന്ന RLൻ്റെ വാല്യൂ എന്തായിരിക്കണം? RTH ആയിരിക്കണം, ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കണം. ആൻഡ് ദ പവറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് VTH²/4 RL ആയിരിക്കും, RTH ആയിരിക്കും നമുക്ക് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ആക്ച്വലി ഈ ഒരു സർക്യൂട്ടിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്ന് പറയുന്നെങ്കിലും ഇതിൻ്റെ തെവനിൻ ഇക്വാലൻ്റ് കണ്ടുപിടിക്കുക. ആൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് if the load resistance is equal to the Thevenin equivalent resistance or the Norton equivalent resistance, maximum power will transfer from the given circuit to that load. And അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തെവനിൻ ഇക്വാലൻറ്റ് വോൾട്ടേജിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 RTH എന്നായിരിക്കും. അതാണ് നമ്മൾ ഐഡിയ. ഈ ഐഡിയക്കാണ് ഒരു വെയിറ്റേജ് ഉള്ളത്, ഒരു വെയിറ്റേജ് ഉണ്ടോ അതിന്. ഓക്കെ, അല്ലാതെ നമ്മളിവിടെ മാക്സിമം പവർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ പ്രോബ്ലം ആക്ച്വലി എക്സാക്ട്ലി സിമിലർ ആസ് ദാറ്റ് ഓഫ് ദി പ്രീവിയസ് ആണ്. ഇവിടെയും നമുക്ക് ഇതിൻ്റെ ഒരു ഇക്വാലൻറ്റ് സർക്യൂട്ട്, നേരത്തെ നോട്ടൺ ആയിരുന്നു, ബട്ട് ഇവിടെ തെവനിൻ ഇക്വാലൻ്റ് ആണ്. ഈവൻ ദോ തെവനിൻ ഇക്വാലൻ്റ് ആണെങ്കിലും അവിടെ എന്ത് വന്നിട്ടുണ്ട്? there is a diamond shape dependent source. Here also it is a current source. Dependent source എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് സോഴ്സ് ആവാം, ഒരു കറണ്ട് സോഴ്സ് ആവാം. ദിസ് ഡയമണ്ട് ഷേപ്പ് ഇൻഡിക്കേറ്റിംഗ് there is a dependent source. അങ്ങനെ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ടു ഫൈൻഡ് ദ ഇക്വാലൻറ്റ് സർക്യൂട്ട് ഓഫ് ദിസ് വൺ, അത് തെവനിൻ ആവാം, നോട്ടൺ ആവാം, we need to find both Thevenin equivalent and Norton equivalent, or Thevenin equivalent voltage. We need to find its VTH and IN. ഇത് ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് എയും ബി ഓപ്പൺ ചെയ്തൊരു VTHും കണ്ടുപിടിക്കണം, ഇത് രണ്ടും കൂടെ ഷോർട്ട് ചെയ്തൊരു അതിൽ കൂടെ പാസ് ചെയ്യുന്നൊരു നോട്ടൺ കറണ്ടും കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എ ബി ടെർമിനലിന് അക്രോസ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഡിപ്പെൻഡൻറ്റ് സോഴ്സുള്ള ഒരു സർക്യൂട്ടിൻ്റെ ഇക്വാലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ we need to find, or we need to solve for both Thevenin and Thevenin voltage and Norton current. അതാണ് പ്രിൻസിപ്പിൾ. നേരത്തെ നമ്മൾ ചെയ്ത അതേ കാര്യം we are going to repeat. For time being, I am first finding the Thevenin voltage. So Thevenin's voltage. For that, here I am open circuiting and I am marking VTH here. Okay. And here I am assuming this one is I1, this one is I2, and this is I3. ഈ I3 നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, I3 ഓപ്പൺ സർക്യൂട്ട് ആണ്, അതുകൊണ്ട് I3 ഇല്ല ആക്ച്വലി. ആൻഡ് when we write the loop equation നമുക്ക് ആദ്യം എഴുതാൻ പറ്റുന്നത് I3 0 ആണെന്ന് ഡയറക്റ്റ് എഴുതാം, ഡ്യൂ ടു ഓപ്പൺ സർക്യൂട്ട്, OC ഓപ്പൺ സർക്യൂട്ട്. And here also in the second loop also we can easily write I2 ന്റെ വാല്യൂ ഡയറക്റ്റ് അവർ തന്നിട്ടുണ്ട്, it is 2 ampere. This also we will get some mark. ഇവിടെ ഒരു വെയിറ്റേജ് ഉണ്ട് അതിന്, ആ ഇക്വേഷന്. Okay, so here we can find the value of I2 is 2 ampere. And in this one, the first loop I1 ഡയറക്റ്റ് അവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, that current source is sharing with the third loop. Okay, so we can write a current equation between these two loops. ഇവിടുത്തെ ഈ രണ്ട് ലൂപ്പ് തമ്മിൽ ഒരു കറണ്ട് ഇക്വേഷൻ എഴുതാം. I3 മുകളിലോട്ടാണ്, താഴോട്ട് I1. സോ I3 മുകളിലോട്ടാണ്, I3 minus I1 is 3Vx. So we can minus I3 minus I1 is 3Vx. or I3 0 ആയതുകൊണ്ട് it's become I1 equal to minus 3Vx എന്ന് എഴുതാം, one of the equation. And what is the value of Vx? Vx is, it is a dependent on or independent parameter
ഹിയർ ഇറ്റ് ഈസ്. ആ വി എക്സ് എന്ന് പറയുന്നത് ഇവിടെ പ്ലസ്സും, ഇത് ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് പേര് നമുക്ക് എക്സാമിൽ തെറ്റിച്ചതാണ്. ഹിയർ ദ വോൾട്ടേജ് ഈസ് മാർക്ക്ഡ് യെല്ലോ ഇൻ ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്. കറണ്ട് എപ്പോഴും പോകുന്ന ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ട് തന്നെയാണ്. ഇമ്പോർട്ടൻറ്റ്, കറണ്ട് പോകുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ടാണ്. സോ ദ വോൾട്ടേജ് അക്രോസ് ദിസ് 2 ohm ഈസ് നത്തിങ് ബട്ട് Vx. Vx ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് 2I2 itself. പലരും നിയർലി എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ 4 പേരുടെ എന്തോ കണ്ടു, അവരിവിടെ Vx ഈസ് -2Ix എന്നാണ്, അത് 2I2 എന്നാണ് എഴുതിയിരുന്നത്. അത് ആക്ച്വലി നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതുമ്പോഴാണ് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഒരു റെസിസ്റ്ററിൽ കൊണ്ട് പോകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വോൾട്ടേജ് എന്തായിട്ടാണ് നമ്മൾ എഴുതുക, +2 മൈനസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് എഴുതുക. ആ വോൾട്ടേജിന് അക്രോസ് ഉള്ള വാല്യൂവിനെ നമ്മൾ 2I2 എന്നാണ് പറയുക. ബട്ട് ലൂപ്പ് ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത് വോൾട്ടേജ് ഈസ് ഡ്രോപ്ഡ് അക്രോസ് റെസിസ്റ്റർ, സോ വി വിൽ ഗീവ് സംതിങ് വോൾട്ടേജ് മൈനസ് ദാറ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ ഞാനിപ്പം ഒരു ലൂപ്പ് ഇക്വേഷനാണ് എഴുതുന്നതെങ്കിൽ ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണോ എങ്കിൽ 2 വോൾട്ട് എന്നാണെങ്കിൽ 2 മൈനസ് ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മൈനസ് ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അവിടെ മൈനസ് ഉപയോഗിക്കുന്നത്. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മൈനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ. ഇവിടെ ആക്ച്വലി എത്ര ഡ്രോപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ വാല്യൂ ഓഫ് Vx, വോൾട്ടേജ് അക്രോസ് ദാറ്റ് റെസിസ്റ്റർ 2 ohm ഈസ് നത്തിങ് ബട്ട് 2 ഇൻറ്റു ദ കറണ്ട് ത്രൂ ദാറ്റ് റെസിസ്റ്റർ, ദാറ്റ് ഈസ് 2I2. ദാറ്റ്സ് ആൾ. ഈ ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് സീരീസിലും കുറേ പേര് തെറ്റിച്ചു. ഒരു പ്രോബ്ലം അതാണ് കൊണ്ടായിരുന്നുള്ളൂ, അത് കുറേ പേര് തെറ്റിച്ചു. ഞാനത് ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, നമ്മളെല്ലാവരും വീണ്ടും ഇതേ തെറ്റ് വരുത്തും എന്നുള്ളത് ഇതൊന്ന് ശ്രദ്ധിക്കുക. അവർ പ്ലസ് മൈനസ് ഇട്ട് തന്നിരിക്കുന്ന ഡയറക്ഷനിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ അത് തന്നെ ആണെങ്കിൽ Vx ഈസ് നത്തിങ് ബട്ട് 2I2 ആണ്. ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് Vx ഈക്വൽ ടു, സോ Vx വാല്യൂ ബിക്കം 4 and you will get I1 is equal to -3 into 4, it is -12 എന്ന് വരും. So we got the value of I1, I2 and I3. Next we need to find this VTH. VTH കണ്ടുപിടിക്കണമെങ്കിൽ, anyway voltage കണ്ടുപിടിക്കണമെങ്കിൽ we need to write a loop equation or voltage equation. For that we need to consider a loop which consists of VTH and some other voltages. So അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, we are taking a outer loop equation here. കറണ്ട് സോഴ്സിന് അക്രോസ് നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഔട്ടർ ലൂപ്പ് എടുക്കുന്നത് സൂപ്പർ മെഷിൻ അക്രോസ് ആയിട്ട്. ആൻഡ് ഐ എം മെഷറിംഗ് ദാറ്റ് വോൾട്ടേജ് ഇൻ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആൻഡ് ഐ എം സ്റ്റാർട്ടിംഗ് ഫ്രം ദിസ് 5 ohm. Then it is -5I1, 5ൽ I1 മാത്രമേ ഉള്ളൂ, -20I3, minus VTH, ഇവിടെ minus VTH, and here the current is along the direction of I3, or the movement is along the direction of I3. We can write it is 2 into I3 minus I2, or I2 no opposite. So here it is -5 into, ഇവിടെ 5 ആണെന്ന്, ഒരു സെക്കൻഡ്, it is 15, right? 15 into അത് along the direction of I1 ആണ്, so I1 minus I2 equal to 0. Here I3 is 0 ആയതുകൊണ്ട് ഈ ക്വാണ്ടിറ്റി നമുക്ക് റിമൂവ് ചെയ്യാം. റിമൈനിങ് ക്വാണ്ടിറ്റി വി ക്യാൻ റൈറ്റ്. VTH ഞാൻ ഇവിടെ പോസിറ്റീവായിട്ട് എടുത്തു, റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു. ദെൻ ദ വാല്യൂ ബിക്കം -5I1 minus 2 into I3 ഇല്ല, +2I2 ആവും അന്നേരം, -15 into I1 minus I2. So the result become -5I1. I1 ൻ്റെ വാല്യൂ -12 ആണ്, so it is 60, plus 2 into I2, it is I2 ൻ്റെ വാല്യൂ 24, -15 into -14, so this value is 150, 210, -210, so total +210, so the result become 274 എന്ന് നമുക്ക് റിസൾട്ട് വരും VTH ൻ്റെ വാല്യൂ. ഓക്കെ, ആൻഡ് സിമിലർലി we need to find the Thevenin equivalent, Norton equivalent current. ഇതേ സർക്യൂട്ടിൻ്റെ തന്നെ നോർട്ടൺ ഇക്വാലൻറ്റ് കറണ്ട് നമുക്ക്
കണ്ടുപിടിക്കാം. Then only we can solve this problem. And for that we need to redraw the circuit using equivalent circuit 5 ohm 50 2 and current source 2 15 5 ohm and here is a dependent current source 3 Vx plus or minus Vx, and here it is something, and 2 3 Vx, correct. Here it is 20, right? 20, and to find here it is 2 ampere, and to solve this one again we need to draw the currents, loop currents. Here it is I1, I2 and I3. If I3 is 0 alla, so it is there are some difficulty, or we need to write some equations to solve this one. Again we here also we can write the value I2 equal to 2 ampere, because ഈ 2 ampere ഈ ലൂപ്പിന് മാത്രമുള്ളതാണ്. സോ 2 ampere, and we can easily write Vx again to I2, which I2 എന്ന് എഴുതാൻ പറ്റില്ല, 2 ഇവിടെ I3 0 അല്ല. ഓക്കെ, സോ ദർ ഇസ് എ പ്രോബ്ലം. Vxനകത്ത് ഈ Vxനകത്ത് I2 താഴോട്ടും ഉണ്ട്, I3 is moving upward. This I3 is moving upward. So I2 minus I3 we need to write. I2 minus I3 we need to write. And this dependent current source, even it is a dependent current source, it is sharing between first and third loop. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു സൂപ്പർ മെഷ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് നമുക്ക് ആക്ച്വലി ഞാൻ ക്ലാസ്സിൽ പലവണ പറഞ്ഞു, സൂപ്പർ മെഷ് വന്നാൽ ആക്ച്വലി പ്രോബ്ലം ഈസി ആവുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ ഈസി ആവുകയാണ് ചെയ്യുന്നത്. മൂവിങ് അപ്വേർഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് I3 minus I1ൻ്റെ വാല്യൂ വി ക്യാൻ റൈറ്റ് 3 Vx, or it is 6 I2 minus 6 I3 എന്ന് വരും. ഇത് റീഅറേഞ്ച് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഈസ് I1നോട് അപ്പുറം കൊണ്ടുപോയാൽ I1 plus 6 I2 minus 7 I3 എന്ന് വരും. 7 I3 equal to 0. സോ രണ്ട് കാര്യങ്ങളായി. ആൻഡ് നമുക്കിനി I3 ഒരു ലൂപ്പ് ഇക്വേഷനൂടെ വേണം. ഇതിപ്പോൾ ഒരു സൂപ്പർ മെഷ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ സൂപ്പർ മെഷ് കറണ്ട് സോഴ്സ് ആയിട്ട് വന്നതുകൊണ്ട് വി നീഡ് ടു കൺസിഡർ ദിസ് ഔട്ടർ ലൂപ്പ് ആൻഡ് സോൾവ് ഫോർ ദാറ്റ് വൺ. ഇപ്പോൾ ഔട്ടർ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ again I am starting from this 5 in clockwise direction, minus 5 I1, 5 കഴിഞ്ഞാൽ ഇത് 20 ആണ്, പിന്നെ ഇവിടെ 2 ആണ്, പിന്നെ 15 ആണ്. സോ minus 20 I1 I3 തമ്മിലാണ്. സോ I3 മൈനസ് ഒന്നുമില്ല, അവിടെ I3 മാത്രമേ ഉള്ളൂ, മൈനസ് 2 ഇൻറ്റു I3 മൈനസ് ഇവിടെ വരുമ്പം I3ലാണ് നമ്മൾ എടുക്കുന്നത്, അവിടെ എന്തുകൊണ്ട് I2 കൂടെ ഉണ്ട്. സോ I3 മൈനസ് I2 ആൻഡ് മൈനസ് 15 I1ൻ്റെ ടേംസിലാണ് നമുക്ക് എഴുതേണ്ടത്. സോ 15 I1 മൈനസ് I2 ഈക്വൽ ടു 0. നമ്മളിവിടെ രണ്ട് ലൂപ്പുകളാണ് കൺസിഡർ ചെയ്തത്, ഫസ്റ്റ് ലൂപ്പും തേർഡ് ലൂപ്പും. അതുകൊണ്ടാണ് എല്ലാ ടൈമും I1 മൈനസ് അല്ലെങ്കിൽ I3 മൈനസ് എന്ന് വന്നിരിക്കുന്നത്. ആൻഡ് വെൻ വി റീഅറേഞ്ച് ദിസ് വൺ വി വിൽ ഗെറ്റ് 5 ഉണ്ട് I1, ഇവിടെ ഒരു 15, സോ മൈനസ് 20 I1, I2ന് ഇവിടെ ഒരു പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്, സോ മൈനസ് അല്ല പ്ലസ് ആണ്, 17 I2, I3ക്ക് മൈനസ് 20 ഉണ്ട്, മൈനസ് 2 ഉണ്ട്, സോ മൈനസ് 22 I3 ഈക്വൽ ടു 0. ഹിയർ വി വിൽ ഗെറ്റ് 1 ഇക്വേഷൻ, 2 ഇക്വേഷൻ, 3 ഇക്വേഷൻ. നമ്മളിതൊന്നും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുത്ത് നിങ്ങൾക്കത് സോൾവ് ചെയ്യാം. നമുക്ക് കാൽക്കുലേറ്റർ കൊടുത്ത് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ദെൻ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് I1 ഈക്വൽ ടു 0.16, ഇറ്റ് ഈസ് മൈനസ് 0.16. I2 ഈക്വൽ ടു 2 ആമ്പയർ ആൾറെഡി അറിയാം. I3 ഈക്വൽ ടു ഇറ്റ് ഈസ് 1.69 വിൽ ഗെറ്റ്. ആ I3യുടെ വാല്യൂ, ഇവിടുത്തെ I3യുടെ വാല്യൂ തന്നെയാണ് എന്ത്,
നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അല്ലെങ്കിൽ നോർട്ടൺ കറണ്ട് എന്ന് പറയുന്നത്. സോ ദ വാല്യൂ ഓഫ് IN or ISC ഈക്വൽ ടു എന്ത് തന്നെയാണ്? 1.69 തന്നെയാണ്. സോ almost the problem is over, and we need to find the equivalent resistance. R equivalent is equal to VTH by IN, which is 274 divided by 1.69. You will get some value which is nearly 160. Okay. And the condition for maximum power transfer, the value of RL equal to R equivalent over 160. And the maximum power transfer, Pmax, is nothing but VTH square by 4RL, and its value is 274 square by 160. It's nearly 410 watt or something you will get. ആക്ച്വലി ഈ രണ്ട് പ്രോബ്ലം സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ പ്രോബ്ലം സെയിം തന്നെയാണ്. രണ്ടിലും ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വന്നിട്ടുള്ളത് കൊണ്ട് യു നീഡ് ടു യൂസ് ബോത്ത് തെവനിയൻ ആൻഡ് Norton method to find the maximum power transfer. Thevenin and Norton method to find the equivalent resistance. If you are able to find the equivalent resistance, maximum power transfer theorem പറയുന്ന എത്രയേ ഉള്ളൂ. അതേ equivalent resistance നമ്മൾ ലോഡായിട്ട് കണക്ട് ചെയ്താൽ maximum power അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യും. And the value is VTH square by 4RL. രണ്ട് പ്രോബ്ലം സെയിം ആയിരുന്നു. നമ്മൾ രണ്ട് പാർട്ടിലും ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഏത് അറ്റൻഡ് ചെയ്താലും നിങ്ങളുടെ ഏതെങ്കിലും ഈ ഒരു തെവനിയൻ ഇക്വാലൻ്റോ നോർട്ടൺ ഇക്വാലൻ്റോ കണ്ടുപിടിക്കാനുള്ള എബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ദാറ്റ്സ് ദ എയിം ഓഫ് ദാറ്റ് പ്രോബ്ലം. ഓക്കെ, രണ്ടും ആൾമോസ്റ്റ് സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഓക്കെ, താങ്ക് യു.